നമസ്കാരം. നിലമ്പൂർ സ്നേഹാലയത്തിൽ നിന്നാണ് പ്രിയമുള്ളവരെ. ഇന്ന് സ്നേഹാലയത്തിലെ മക്കൾക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു. പൊതിച്ചോറായിട്ട് തെരുവോരത്തും ആശുപത്രികളിലും ഒക്കെ കഴിയുന്ന പോലെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തിട്ട് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര നമ്മുടെ ചുള്ളിയോട്, നിലമ്പൂർ, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ, ഇവിടെ ചുള്ളിയോടുള്ള പുഞ്ച എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പുഞ്ച ഒരു ഗ്രാമമാണ്. പുഞ്ച കോളനിയിൽ തീരെ അവശ്യ നിലയിലുള്ള ഒരു പേഷ്യന്റിനെ കാണാൻ പോകുക കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സുമനസ്സുകൾ തരുന്ന ആ ചെറിയ ചെറിയ സഹായത്തിൽ നിന്നും പിശുക്കി ഞങ്ങൾ ഇന്നത്തെ സഹായം കൊടുക്കാൻ പോകുന്നത് പുഞ്ച കോളനിയിലെ ഒരു സാധു കുടുംബത്തിനാണ്. പോകാം നമുക്ക്. വരും. താരം പതിപ്പിച്ച കൂടാരം, രാവിൽ നിലാവിന്റെ പൂരം, ചോലകളും കുയിലാളും പാടും താഴ്വാരം, എല്ലാം നമുക്കിന്ന് സ്വന്തം. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഒരുപാട് അനുഭവങ്ങളും അതുപോലെ തന്നെ കഷ്ടപ്പാടുകളും ദാരിദ്ര്യം എല്ലാം ഉണ്ടാവും അല്ലേ? ജീവിതം എന്ന് പറഞ്ഞാല് സുഖദുഃഖ സമ്മിശ്രമാണ്, അറിയാലോ. അപ്പൊ അതിൽ നിന്ന് നമ്മള് ഉള്ളവൻ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, ഇല്ലാത്ത ആളുകളെ കണ്ടെത്തി അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു മനുഷ്യത്വമല്ലേ, നമ്മുടെ കടമയല്ലേ. അപ്പൊ അതുകൊണ്ട് ആരും തന്നെ സ്നേഹാലയത്തിൽ തരണമെന്ന് ഞാൻ പറയുന്നില്ല. മറിച്ച് നമ്മുടെ പരിസരത്ത് അത് ഏത് ജാതിയോ ഏത് മതമോ ഏത് രാഷ്ട്രീയമോ ഏത് ദേശമോ ആയിക്കോട്ടെ, അവരെയൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മളിൽ നിന്ന് കിട്ടുന്ന ആ അധ്വാനിച്ചുണ്ടാക്കുന്ന സംഖ്യയാണെങ്കിലും അല്ലാത്ത രീതിയിലുള്ള നമ്മുടെ പൂർവികമായി കിട്ടുന്ന സമ്പാദ്യങ്ങളൊക്കെ വെറുതെ അട്ടി വെച്ച് അക്കൗണ്ടിലും ഇടാതെ നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിക്കുക. വളരെ ദുരിതവും രോഗങ്ങളും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടായിട്ട് ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത, അതുപോലെ തന്നെ ചികിത്സയ്ക്ക് നിവൃത്തിയില്ലാത്ത, നല്ലൊരു പാർപ്പിടമില്ലാത്ത, അങ്ങനെ ഒരുപാട് വിഷമങ്ങളുള്ള ആളുകൾ, പഠിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത എത്രയോ മക്കള് പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ച് അവര് പണിക്ക് പോവുകയാണ് അല്ലേ? ഇങ്ങനെയുള്ള മക്കളെയൊക്കെ ഒന്ന് കണ്ടെത്തി നമ്മൾ സഹായിച്ചൂടെ? അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും കലർത്താതെ ഒരിത്തിരി മനുഷ്യത്വം മാത്രം നമ്മളുടെ ഹൃദയത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലും പോവുക. നമ്മളടുത്തുള്ളതിൽ നിന്ന് ഒരു പങ്ക് ഇല്ലാത്ത ആ സാധുവിന്, ആ കുടുംബത്തിന് നമ്മൾ കൊടുക്കുക. ഇത് മാത്രമാണ് നിലമ്പൂർ സ്നേഹാലയത്തിന്റെ എളിയ സന്ദേശം. നമസ്കാരം. ഏതോ മുന്നിൽ ഇരുൾ മൂടിയ അകലെ നീ പോയാലും നിഴലാവാ